നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ ഏറ്റവും പുതിയ, അതായത് വി സീരീസിലെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള വിവോ V21 എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. ഇതൊരു ലേറ്റസ്റ്റ് മോഡലൊന്നുമല്ല. ഒരുപാട് പേര് അൺബോക്സിങ് വീഡിയോയും റിവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതിയൊരു കളർ വേരിയൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പലരും യൂട്യൂബിനകത്തായാലും അല്ലെങ്കിൽ ടി വിയിലൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടായിരിക്കും, നിയോൺ സ്മാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കളറിൻ്റെ ഒരു 20 കളറാണത്. ബെസ്റ്റ് കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ കളറൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ബോക്സൊക്കെ പൊട്ടിച്ച് കുറച്ചൊരു ഉപയോഗിച്ച് നോക്കി. എനിക്ക് വിവോയുടെ വി സീരീസ് ഫോണോട് ഒരു പ്രത്യേക താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. വിവോയുടെ V11 Pro തൊട്ട് അങ്ങോട്ട് എല്ലാ ഫോണുകളും മാറ്റി ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പേഴ്സണലി എനിക്ക് വിവോയുടെ വി സീരീസ് ഫോണുകളോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ആ ബോക്സിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് പിന്നെ വരാം. ഒരുപാട് ഫീച്ചേഴ്സ്, പ്രത്യേകിച്ച് ക്യാമറയ്ക്കകത്ത് ഒരുപാട് ഫീച്ചേഴ്സുള്ളൊരു മോഡലാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്കാണ് നിങ്ങളുടെ മെയിൻ ഉപയോഗം. നിങ്ങളുടെ കയ്യിലൊരു 30K അണ്ടർ, ഒരു 30,000 താഴെയാണ് ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിക്കാം. അത്രയേറെ ഫീച്ചേഴ്സും ക്വാളിറ്റിയും ഉള്ളൊരു ക്യാമറ ഫോണാണ് ഇതെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് നിയോൺ സ്പാർക്ക് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കളർ എന്ന് പറയുന്നത്. ഫോണിലേക്ക് വരാം. അതിന് മുൻപ് ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 33 വാട്ടിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു Type C ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഹെഡ്സെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ അകത്ത് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹെഡ്സെറ്റ് 3.5mm നിന്ന് Type Cയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്റർ ഉൾപ്പെടെ, അതായത് എല്ലാ ഐറ്റംസും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ വേറെ നമുക്ക് ഇനി പൈസ കൊടുത്തിട്ട് ആക്സസറീസ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത് വിവോയുടെ ആയാലും ഓപ്പോയുടെ ആയാലും ഒക്കെ ഒരു 18 രൂപയ്ക്ക് മുകളിലേക്കുള്ള എല്ലാ ഫോണിനകത്തും ഈ പറയുന്ന എല്ലാം കൊടുക്കുന്നുണ്ടോ. നല്ല കാര്യമാണത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോൺ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതാണ് വിവോ V21 എന്ന് പറയുന്നതിൻ്റെ നിയോൺ സ്പാർക്ക് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കളർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അത് എത്രത്തോളം അത് ക്വാളിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. എന്നിരുന്നാലും ഭയങ്കര ക്വാളിറ്റിയാണ്, ഭംഗിയാണ് ഇത് കാണാനായിട്ട്. സൗന്ദര്യമാണ് ഈ ഫോണിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. കണ്ടോ, ഡിസൈനൊക്കെ ഒരു ബോക്സ് ഡിസൈൻ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ എനിക്കൊക്കെ പേഴ്സണലി ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഫോണുകളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് നല്ല ഗ്ലാസ്സാണ് വരുന്നത്. അത് സ്ക്രാച്ച്ലെസ് ആണ്, മാറ്റ് ഫിനിഷാണ് വരുന്നത്. കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ഡിസൈൻ വൈസ് ഒന്നും പറയാനില്ല, അത്രയും ക്വാളിറ്റി ഉണ്ട്. ഞാനിതിനെ പൊക്കി പറയാമെന്നൊന്നും വിചാരിക്കരുതല്ലോ, അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഇതിൻ്റെ ബാക്കിൽ സ്ക്രാച്ചോ അല്ലെങ്കിൽ കുറേ കുത്തു അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വരില്ല. സാധാരണ നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ ഇതിനകത്ത് താക്കോൽ കൊണ്ട് വരെ ഉരച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും മാറ്റ് ഫിനിഷും മാറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗ്ലാസ്സാണ് വരുന്നത്. ക്യാമറ മൊഡ്യൂളായാലും ഒക്കെ ഒരു 2 സ്റ്റെപ്പായിട്ട് നല്ല ഭംഗിയിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡിലായാലും ഒക്കെ ഒരു യെല്ലോ ഷെയ്ഡായിട്ട് ഒരു ബോക്സി ഡിസൈനായിട്ട് വരുന്നത്. ഇതിനൊന്നും കളറൊന്നും പോകില്ല കേട്ടോ. എത്ര നാൾ കഴിഞ്ഞാലും ഇതിൻ്റെ പെയിൻറ്റോ കളറൊന്നും പോവില്ല. അപ്പോൾ ഡിസൈൻ വൈസ് ഒന്നും പറയാനില്ല. നല്ല ബിൽറ്റ് ക്വാളിറ്റിയും നല്ലൊരു ഹാൻഡ് ഫീലിങ്ങും നല്ലൊരു എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഡിസൈൻ വൈസ്. താഴെ Type C ചാർജിങ് പോർട്ടും അതുപോലെ മൈക്രോഫോണിൻ്റെ ഹോളും പിന്നെ ഒരു സിം കാർഡ് ഹോൾഡറിൻ്റെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. ഒരു സ്പീക്കറിൻ്റെ കിറ്റിൽ വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിനകത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു Type C ഓഡിയോ ജാക്കാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഫോൺ ഞാൻ ഓൾറെഡി ഓണാക്കി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഉപയോഗിച്ചൊക്കെ നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. 6.44 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ E3 സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഏറ്റവും ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. LED ആണ്, AMOLED ആണ്, E3 ആണ്, എല്ലാം കൊണ്ടും ഡിസ്പ്ലേ വൈസ് ഒന്നും പറയാനില്ല. അത് പ്രത്യേകിച്ച് വിവോയുടെ വി സീരീസ് ഫോണുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തരാറുണ്ട്. ഫ്രണ്ട് ക്യാമറ ഇവിടെ നോച്ചായിട്ടാണ് ഇവർ കൊടുത്തുള്ളത്. അത് കുറച്ച് വലിയ നോച്ചാണ് കേട്ടോ. അതിന് കാരണം ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് എന്ന് പറയുന്നത് 44 മെഗാപിക്സലിൻ്റെ ഒരു OIS സെൽഫിയാണ് വരുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ മെയിൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. താഴേക്ക് വളരെ തിക്നെസ് കുറവാണ്, സൈഡിലായാലൊക്കെ ചിഹ്നം വളരെ കുറവാണ്. ഇപ്പം കാരണം കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ അറിയാം കണ്ടോ, തീരെ അരികളൊന്നും ഇല്ലാതെ വളരെ ഒരു ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് അനുഭവം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടച്ച് റെസ്പോൺസും സ്ക്രീൻ റിഫ്രഷ് നോക്കുമ്പോൾ 90 Hz ആണ് ഇതിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. 180 Hz ഒരു ടച്ച് റെസ്പോൺസ് റേറ്റും വരുന്നുണ്ട്. അപ്പോൾ ഗെയിം കളിക്കുന്നവർക്കും നമുക്ക് ഉപയോഗിക്കാം. ക്യാമറ മാത്രമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിമും കളിക്കാം. 8GB RAM ഈ ഫോൺ വരുന്നത്. നമുക്കതിലേക്കൊക്കെ വരാം. അപ്പോൾ ഡിസ്പ്ലേ വൈസ് ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള കുറച്ച് ആപ്പ് ഉണ്ട് കേട്ടോ. മോജ്, ഫോൺ പേ, കുറച്ച് ആപ്പുകളുണ്ട്. അനാവശ്യം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുള്ളൂ. സ്നാപ്ചാറ്റ് ഉണ്ട്, ഡെയിലി കണ്ട് ഉണ്ട്, ഷെയർ ചാറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് ആപ്പ് ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും.
ഇനി സെറ്റിങ്സിനകത്ത് കയറിയിട്ട് അബൌട്ട് ഫോണിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ 2.4 GHz ഒരു ഒക്ടോകോർ പ്രോസറാണെന്ന് ഓർത്തുണ്ട്. 8 GB റാമിൻ്റെ കൂടെ 4 GB റാം നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. ഇത് വെർച്വൽ റാം ഉള്ളൊരു മോഡലാണ്. അപ്പോൾ മൊത്തം എഫക്റ്റീവ് റാം എന്ന് പറയുന്നത് 12 GB ആണ്. 12 GB റാമിൻ്റെ ഒരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ ലെവലാണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. 1 TB വരെ നമുക്ക്, അതായത് 1 TB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്, മെമ്മറി കണ്ടിടാൻ പറ്റും. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ ലെവലിലാണ്. തീർച്ചയായിട്ടും ഒരു 12 അപ്ഡേറ്റ് നമുക്ക് കിട്ടും. അത് തൊട്ടടുത്ത മാസം തന്നെ, അത് ജനുവരി ഫെസ്റ്റിലൊക്കെയാണെന്ന് തോന്നുന്നു ഇതിനകത്ത് ആൻഡ്രോയിഡ് 12 ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും എന്ന് നമുക്ക് ന്യൂസ് വന്നിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയടെക്കിൻ്റെ ഹീലിയോ ഡയമൻസിറ്റി 800U ആണ് വരുന്നത്. 5G സപ്പോർട്ട് ചെയ്യുന്ന പ്രോസറാണ്. ഡ്യുവൽ സിം 5G ആണ് വരുന്നത്. 2 സിം കാർഡ് 5G എന്തെങ്കിലും വരുമ്പോൾ 2023-24 ആയിട്ടാണ് എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് 2 സിം കാർഡിനകത്തും 5G കിട്ടുന്ന ഒരു പ്രോസറാണ്. 5G റെഡി ആയിട്ടുള്ള പ്രോസറാണ്. 5Gക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന മോഡലാണല്ലോ കേട്ടോ അത്. അപ്പോൾ 5G കൂടി കിട്ടും എന്ന് മാത്രം. ഇനി ഇതിനകത്ത് ക്യാമറയെ കുറിച്ചുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ വേറെ ചെയ്യും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ക്യാമറ പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വളരെ സിമ്പിളായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു ഫോൺ അൺബോക്സിങ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടോ. സാംസങ്ങിൻ്റെ M52 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഫോണിനകത്ത് എടുത്തുള്ള M52ൻ്റെ ബോക്സാണത്. അത്യാവശ്യം കണ്ടോ, നല്ല അടിപൊളി കളറാണ്. എല്ലാ കളറുകളും നല്ല മനോഹരമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് വളരെ ലോ ലൈറ്റായി കണ്ടീഷനായിട്ടുള്ളൊരു റൂമിനകത്താണ്. എന്നിട്ടും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. ഇതിനെക്കുറിച്ച് ക്യാമറയെ കുറിച്ചുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ വേറെ പോസ്റ്റ് ചെയ്യുന്നതാണ്. 64 MP ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. 8 MP ഒരു വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. അതുപോലെ 2 MP ഒരു എക്സ്ട്രാ ക്യാമറ വരുന്നുണ്ട്. മൊത്തം 3 ക്യാമറ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 44 MP ഒരു OIS ക്യാമറയാണ്. അതായത് ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അത് ബാക്ക് സൈഡിൽ ഓൾറെഡി ഉണ്ട്. ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും കൊണ്ടുവരുന്നൊരു മോഡലാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു യൂട്യൂബ് വ്ളോഗിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറൊരു DSLR അല്ലെങ്കിൽ ഒരു GoProയോ അല്ലെങ്കിൽ മറ്റൊരു ആക്ഷൻ ക്യാമറ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത്രയേറെ ഫീച്ചേഴ്സ് ഇതിൻ്റെ ക്യാമറയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തന്നെ കൂടിയ മോഡൽ X70 Pro സീരീസിനകത്തൊക്കെ കുറച്ചും കൂടി വളരെയേറെ ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ള ഒരു ക്യാമറയാണ് വരുന്നത്. വേണമെങ്കിൽ ഒരു സിനിമ എടുക്കാൻ പറ്റിയ ക്യാമറയാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ അത്രയും ബഡ്ജറ്റ് ഒരു 48-50 രൂപ ബഡ്ജറ്റൊന്നും ഇല്ല. ഒരു 30,000 രൂപയ്ക്ക് താഴെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്യാമറയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതോ അല്ലെങ്കിൽ യൂട്യൂബ് വ്ളോഗിങ്ങിനോ ഒക്കെ പറ്റിയ അടിപൊളി ക്യാമറയാണ് അതിനകത്ത് കൊടുത്തുള്ളത്. ഒരുപാട് ക്യാമറ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനകത്ത് 3 ക്യാമറകൾ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും ബാക്ക് ക്യാമറയ്ക്കകത്തും 4K നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1080 ഫുൾ HD 60 ഫ്രെയിം/സെക്കൻഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. ഡ്യുവൽ വീഡിയോ മോഡ്, സ്റ്റഡി ഫേസ് മോഡ്, പിന്നെ ഒരുപാട് നൈറ്റ് ഫിൽറ്ററുകൾ, നൈറ്റ് ഫോട്ടോഗ്രാഫി മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് ഫ്ലാഷ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ 2 ഭാഗത്തും നമുക്ക് ഫ്ലാഷ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫ്ലാഷ് കത്തും. ആണോ, അത് സ്പോട്ട് ലൈറ്റാണ്. നമുക്കൊരു മൂൺ ലൈറ്റ് സെൽഫി പോലെ, പണ്ടത്തെ വിവോയുടെ V5 പോലുള്ള ഫോണിനകത്ത് കണ്ടുള്ള ഒരു മൂൺ ലൈറ്റ് സെൽഫി പോലുള്ള ഒരു ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഓറ സ്ക്രീൻ ഫ്ലാഷിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ക്യാമറയെ കുറിച്ചുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ പർപ്പസ് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിക്കാം. വേറെ ഈ ഒരു റേഞ്ചിനകത്ത് മറ്റ് പല ബ്രാൻഡുകളും നമ്മൾ ഓണാക്കി ക്യാമറ എടുത്ത് ഫോട്ടോ സാമ്പിൾസൊക്കെ എടുത്ത് നോക്കിയതാണ്. ഇതിൻ്റെ ക്യാമറ കുറച്ച് നല്ല അടിപൊളി ക്യാമറ തന്നെയാണ് വരുന്നത്. പ്രോസസ്സറായാലും വലിയ തിരക്കായിട്ടില്ല, അത്യാവശ്യം നല്ല പ്രോസസ്സറാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ 8 GB റാമും 4 GB റാം എക്സ്റ്റൻഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും കിട്ടും. പിന്നെ 5G റെഡിയാണ്. നമ്മൾ 2-3 കൊല്ലത്തേക്ക് വേണ്ടി ഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. ഡിസൈൻ വൈസ് അടിപൊളിയാണ്. ഇതിനെല്ലാത്തിനും ഉപരി വിവോയുടെ V സീരീസ് ആണ് എന്നുള്ളൊരു കാരണം നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങിക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം V സീരീസ് ഫോണുകൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതിപ്പോൾ ആരും നിങ്ങൾ യൂട്യൂബിനകത്ത് തന്നെ പല വീഡിയോകളും നോക്കിയാലും ആരും അങ്ങനെ നെഗറ്റീവ് ഒന്നും പറയാത്തൊരു സീരീസാണ് വിവോയുടെ V സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്.